ഹരേ കൃഷ്ണ. കുണ്ഠതകൾ ഏതും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, അതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അതായത് സംശയം ഏതുമില്ലാത്ത അവസ്ഥ. അവനവനെ അറിഞ്ഞാൽ എല്ലാം അറിയുന്നു എന്നുള്ളതാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ അവനവനെ അറിയുക, അതായത് അവനവൻ്റെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തെ അറിയുമ്പോഴാണ്, അറിയാനുള്ള മാർഗമാണ് ഓരോ സാധനാ പദ്ധതികളും. അത്തരമൊരു സാധനാ പദ്ധതിയാണ് ഏകാദശി വ്രതവും. ഇതിൽ ഏകാദശി വ്രതത്തിന് ഏകാദശം എന്നുള്ളതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 11 എന്നുള്ള ആ സംഖ്യക്ക് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഈ എല്ലാം ചേർന്ന് ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെടുമ്പോഴാണ് ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത്.